ദീപു കൂടി ചേരുന്നുണ്ട്. ദീപു പറഞ്ഞോളൂ. ദീപു, അതായത് ഈ ഒരു മാരത്തോൺ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടാണല്ലോ ഈ പ്രതികളുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തി അവിടെ വെച്ച് ഇഡി കണ്ടെത്തിയ തെളിവുകളും വെച്ചിട്ട് അവരൊരു ഫൈൻഡിങ്സിൽ എത്തുന്നത്. ആ ഫൈൻഡിങ്സ് ആണ് ആ റിപ്പോർട്ടിന്റെ ലാസ്റ്റ് 2 പേജുകളിൽ കാണുന്നത്. അതിലെവിടെയും CMO ഓഫീസോ പറയുന്നില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം രാജിവെക്കുന്നത്? ഇനി നിങ്ങളുടെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഫോൺ കൊടുക്കുന്നത് സ്വപ്നം പറഞ്ഞപ്പോ രാജിവെക്കണ്ടേ? അല്ല, അപ്പൊ ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും രാജിവെക്കണം എന്ന് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചാല് 22 ലക്ഷം പേർക്ക് ജലജീവൻ മിഷൻ പദ്ധതി കൊടുക്കുന്നു. അതുകൊണ്ട് രാജിവെക്കണം. എന്തിനാ വെള്ളം? പട്ടാമ്പി ജീവാണു ജൈവവള ഗുണനിർവഹണ നിയന്ത്രണശാല അത് രാജിവെക്കണം. ക്ഷീരഗ്രാമം പദ്ധതി രാജിവെക്കുക. 75 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, രാജിവെക്കുക. വയനാട് തുരങ്കപാത രാജിവെക്കുക. വൈദ്യുതി മേഖലയിൽ 4 പദ്ധതി രാജിവെക്കുക. സ്മാർട്ടായിട്ട് 90 സ്കൂൾ രാജിവെക്കുക. കടൽ തീര രാജിവെക്കുക. അതെ അതെ, SS അല്ല, ബാക്കിയൂടെ കേട്ടിട്ട് അങ്ങോട്ട് നിർത്തിയാൽ മതി. കടൽ തീര സംരക്ഷണ പദ്ധതി രാജിവെക്കുക. കടമക്കുടി കുടിവെള്ള പദ്ധതി രാജിവെച്ചേ പറ്റൂ. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തു, രാജിവെച്ചേ പറ്റൂ. 50,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, രാജിവെക്കുക. ശബരിമലയില് 225 കോടി രൂപ റോഡുകൾക്ക് കൊടുത്തന്നേ, രാജിവെച്ചേ പറ്റൂ. പാലക്കാട് മെഗാ ഫുഡ് പാർക്ക്, എന്തിനാ ഈ പാർക്കൊക്കെ പാലക്കാട്, രാജിവെച്ചേ പറ്റൂ. മഞ്ചേശ്വരത്ത് കൊയിലാണ്ടിയിലെ തുറമുഖം, എന്തിനാണ് ഈ തുറമുഖമൊക്കെ, രാജിവെച്ചേ പറ്റൂ. കോവിഡ് പ്രതിരോധത്തിന് ഇന്ത്യ ടുഡേ അവാർഡും കിട്ടി. ഇനി എന്തിനാ രാജിവെക്കാതിരിക്കേണ്ട കാര്യം? രാജിവെച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ രാജിവെപ്പിക്കും. അതാണ് ഞങ്ങളുടെ ചെന്നിത്തല സാറ് പറയുന്നത്. ചെന്നിത്തല കീ ജയ്.